തൃശൂർ വിയ്യൂർ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട തമിഴ്നാട്ടിലെ കൊലയാളി മോഷ്ടാവ് ബാലമുരുകനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി. ബൈക്ക് മോഷ്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബൈക്ക് ഉടമ പോലീസിൽ പരാതി നൽകി. ബാലമുരുകൻ കേരളം വിട്ടതായിട്ടാണ് സൂചന. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സ്മൃതി, വലിയ കുപ്രസിദ്ധനായ ഒരു കൊലയാളിയും അതുപോലെ തന്നെ മോഷ്ടാവ് കൂടിയാണ് ബാലമുരുകൻ. തമിഴ്നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധി നേടിയ ഒരു പ്രതിയാണ് ഇയാൾ. തൃശ്ശൂരിലെ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ കഴിഞ്ഞ കുറെ നാളുകളായി കഴിയുകയാണ്. മറയൂരിലായിരുന്നു മറയൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. അവിടെ മോഷണം നടത്തുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടുന്നത്. പിന്നീട് ഇയാൾ തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് അതീവ സുരക്ഷാ ജയിലിന് മുന്നിൽ വെച്ച് ഇയാൾ രക്ഷപ്പെടുന്നത്. വാഹനത്തിന്റെ ഗ്ലാസ് ഡോർ തള്ളി മാറ്റി അതിലൂടെ കടന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾ രക്ഷപ്പെട്ടത് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ വിയ്യൂര് ഈ ജയിലിനടുത്തുള്ള ഒരു വീടിന്റെ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് ഇയാൾ കടന്നു കളഞ്ഞതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ പോലീസിന് അതീവ ദുഷ്കരമായിരിക്കും, തമിഴ്നാട് പോലീസിനായാലും അതുപോലെ തന്നെ കേരള പോലീസിനായാലും അതീവ ദുഷ്കരമായിരിക്കും ഇയാളെ കണ്ടെത്തുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം തന്നെ. 55ഓളം കേസുകളിൽ പ്രതിയായ ഇയാളെ പിടികൂടാൻ കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ. സ്മൃതി. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.